ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ യോമോ ആയിട്ടാണ്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വീട് കാണിച്ചിരുന്നു. വീടല്ല, അതൊരു പബ്ലിക് ക്യാമ്പ് കാണിച്ചിരുന്നു. അപ്പം ഞാൻ ചെറിയ നമ്മളെ സ്റ്റാർട്ടർ ഹൗസായിട്ട് ഞാൻ ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ദാണ്ടെ ഈ ഒരു മലയുടെ ഈ ഒരു മണ്ടയിലാണ് നമ്മുടെ ആ വീട്. ദാണ്ടെ അതിൻ്റെ വഴി ഇത്. നമുക്ക് ആ വഴിയിൽ നിന്ന് നമ്മുടെ വലത് കാല് വെച്ച് തന്നെ കയറാം. അതുകൊണ്ട് ഇവിടുത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റിയായിരുന്നെങ്കിൽ ആ വഴി ഒന്ന് കയറാം. അപ്പം ഞാൻ ഈ വീടുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളെ ഇത്ര വീടിട്ട് അറിയിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വഴി കയറി ഇതാണ് ഞാൻ പുതുതായിട്ട് പണിതിട്ടുള്ള നമ്മളെ വീട്. ഇവിടെ ഈ ഒരു ഏരിയ എല്ലാ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മുടെ മൈനിങ് ഏരിയ, അത് ഹാള് എല്ലാം ഉണ്ട്. അപ്പോൾ ആരൊക്കെയോ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതാക്കാം. ഇവിടെ ഒരു എന്തിൻ്റെ പേരെന്തോന്ന്, എൻചാൻറ്റിങ് റൂം. ഇവിടെ ഡേർട്ട് വെച്ചേക്കുന്നിടത്തെല്ലാം നമുക്ക് ബുക്ക് ഷെൽഫ് ഒക്കെ ഉള്ള സ്ഥലമാണിത്. ബുക്ക് ഷെൽഫിൻ്റെ അത്രയും അത് നമ്മളെ സാധനം കയ്യിലില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡേർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്തും ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ഐറ്റത്തിനൊന്നും റിസോഴ്സ് കയ്യില്ല. ഇച്ചിരി അധികം ഐറ്റമൊക്കെ വേണ്ട സാധനങ്ങളാണ്. ഡയമണ്ടൊക്കെ വേണം. ഇവിടെ നമ്മുടെ മൈനിങ് ഏരിയ, ഇവിടെ ഞാൻ ഒന്നും കുഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ അടച്ചേക്കാം. ഇവിടെ താഴോട്ട് ഒത്തിരി വഴിയുണ്ട്. നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ച് സ്പീഡ് ഇറങ്ങാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ പിങ്ങടിക്കുന്നത്, അത് ഇച്ചിരി പിങ്ങുണ്ട്. പിന്നെ സെർവറിൻ്റെ ഹോസ്റ്റ് മാറ്റിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മാറ്റുമെന്ന്. ഇവിടെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചതിൻ്റെയാണ് ഇവിടെ കിടക്കുന്നത്. മൊത്തം നശിച്ച്. ഇവിടെ നമ്മുടെ സ്പ്രൂസ് ലോഗായിരുന്നു ഇവിടെ ഇരുന്നത്. അവിടെ ഇരുന്നിട്ട് ഫെൻസ് ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഇൻവെൻട്രി കാണുന്നില്ല. ഞാൻ മിക്കവാറും അവിടെ വെച്ച് കാണും. അത് പിങ്ങടിക്കുവാൻ തോന്നുന്നു കേട്ടോ. വേണ്ട, നമ്മുടെ സ്പ്രൂസ് ഫെൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ആ ഫെൻസും കൂടെ എടുത്ത് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് വഴി സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ഫാമാണ്. ഫാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ സാധനങ്ങളെല്ലാം പിടിച്ചിനകത്ത് ഇടാനുള്ളൊരു സെറ്റപ്പ്. എന്ന് വെച്ചാൽ ഷീപ്പ്, പിഗ് എല്ലാവരെയും പിടിച്ചുള്ളൊരു സെറ്റപ്പ്. അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മുടെ റൂമാണ്. ഇത് നമ്മളെ പട്ടിക്കുട്ടി. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത ഒറ്റൊരു സാധനമാണിത്. എനിക്കൊരു കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇവനുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇന്ന് വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ പോയ എൻ്റെ സ്കിന്നോടെ തിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ പഴയ സ്കിന്ന്. അതുകൊണ്ട് കൊമ്പൊക്കെയുള്ള സ്കിന്ന്. ഇപ്പോൾ രാത്രിയായി വരുന്നു, ഒന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. ഇവിടെ ഇതിനകത്ത് വലിയ ഐറ്റംസ് ഒന്നും ഇല്ല. നമ്മൾ അകത്ത് ജസ്റ്റ് വെച്ചേക്കുന്ന ചെസ്റ്റാണ്. ഇപ്പം രാത്രിയായി വരുന്നു. ഇവിടെ ഭയങ്കര പിങ്. ഈ ഒരു ഫെൻസിൻ്റെ ഇവിടെ വരുമ്പോൾ ഭയങ്കര പിങ്ങുണ്ട്. അപ്പം ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. കാരണം രാവിലെ ബാക്കി കാണിക്കാൻ വലുതായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ഹൗസ്. ഇവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബ്രോയുടെ ഹൗസ് കൂടെ ഉണ്ട്, മറ്റേ ഗെയിമറാദി ബ്രോയുടെ. ഈ ഒരു മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ആ ബ്രോയുടെയും വീട്. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഭയങ്കര പിങ്ങടിക്കുന്നില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. ഇവിടെ ഭയങ്കര പിങ് കേട്ടോ. പിന്നെ ഈ ഒരു വശത്തായിട്ട് നമ്മുടെ ഒരു ഷുഗർ കെയിൻ ഫാക്ടറി തന്നെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോൺ കട്ടറൊക്കെ ഇരിക്കുന്നു. എന്താണെന്നുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചായിരിക്കും. ഇവിടെ ഒരു ഷുഗർ കെയിൻ ഫാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ അട്ടർനോ സെർവറിൽ ഫസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ സെർവർ ഫസ്റ്റ് അട്ടർനോസിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അട്ടർനോസിൽ ലോഡാവാത്ത ചങ്ക് വേറൊരു ഹോസ്റ്റലിലോട്ട് വന്നപ്പോഴത്തേക്കും അത്രയും ഭാഗം കട്ടായി മാറിയതാണ്. അത് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ വേൾഡ് മാറ്റേണ്ടി വരും. അതെന്തായാലും ചെയ്യുന്നില്ല. അത് അടുത്ത സീസൺ നമുക്ക് സെറ്റാക്കാം. ഇതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മളെ ഷുഗർ കെയിൻ ഫാക്ടറി കേട്ടോ. ഞാൻ ആ ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. പക്ഷെ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. ഒത്തിരി ഐറ്റംസ് ഉള്ളത് കൊണ്ട് മടിയായത് കാരണം ഞാൻ വലുതായിട്ടൊന്നും സെറ്റാക്കുന്നില്ല.
പിന്നെന്താ, പിന്നെ ഇവിടെ ഒന്നും, പിന്നൊരു കേവ് ടൈപ്പ് ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതാണ്ടേ, ഇവിടെ പിങ്ങുണ്ട് കേട്ടോ. നല്ല ഇത് നീ ഷുഗർ കേൻ നിൽക്കുന്നതുകൊണ്ടാണെന്നുണ്ട്, എനിക്കറിയാൻ വയ്യ. ഇതാണ്ട് ഈ ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് കുറച്ച് സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട്, സ്റ്റെപ്പല്ല എന്തെങ്കിലും പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്ത് ബോട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന സംഭവം, അതെനിക്ക് ഐഡിയ ഉണ്ട്. പ്ലാൻ ഉണ്ട്, ഐഡിയ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ സെറ്റ് ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് സെറ്റാക്കി വെക്കാം. പിന്നെ ഇവിടുന്ന് മണ്ടയിലോട്ട് കയറി വരുവാണെങ്കിൽ ക്രീപ്പർ പൊട്ടിച്ച കുറച്ച് സ്ഥലവും ഈ എൻ്റെ ചെറി ആ നിമിഷയില്ല. എൻ്റെ വീട് എങ്ങനെ ഉണ്ടെന്നൊന്ന് താഴെ ഒന്ന് പറയണേ. ഒരു 10ൽ എത്ര റേറ്റിംഗ് തരുമെന്നുള്ളത്. ഇത്ര ഐറ്റമേ ഇവിടെ നമ്മൾ ഇതുവരെ സെറ്റ് ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല. ഫ്യൂച്ചറിൽ അതെല്ലാം സെറ്റ് ആക്കാം. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഒരു ഭയങ്കര പരിപാടി ഇവിടെ ചെയ്യാൻ കിടപ്പുണ്ട്. കുഴി മൊത്തം ഇവിടെ നിന്ന് അടയ്ക്കണം. മൊത്തം അടയ്ക്കത്തൊന്നുമില്ല, എൻ്റെ മണ്ടയിൽ ഡേർട്ട് വെച്ച് ചെയ്തിട്ട് ഇവിടെ മൊത്തം ഒന്ന് ക്ലിയർ ആക്കണം. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം മുട്ട അലമ്പാണ്. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാം. ഇപ്പം ഇത് വെച്ച് ഗ്രാവൽ ബോട്ട് അതെന്തായാലും പോയിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് കാര്യം, എന്നാൽ കുഴികൾ കുറേ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഇന്ന് നശിപ്പിച്ചല്ല, എല്ലാം വൃത്തിയാക്കണം നമുക്ക്. ഒത്തിരി കുഴി എന്ന് പറഞ്ഞാൽ ഒത്തിരി കുഴിയുണ്ട്. ഇവിടെ മൊത്തം കുഴി മാത്രമേ ഉള്ളൂ. C4 ബ്രോ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കളിക്കാൻ. പ്ലെയർ ലിസ്റ്റ് ആരൊക്കെ ഉണ്ട്? പ്ലെയർ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ, വെയിറ്റ് എ മിനിറ്റ്. ഞാനും C4 ബ്രോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഒരു ഹായോട് പിടിച്ചു, കുഴപ്പമില്ല. ഈ ഒരു കുഴി അങ്ങ് അടയ്ക്കണം. പിങ്ങുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ സെറ്റാക്കാം. എന്തായാലും എല്ലാ വീഡിയോയിലും ഞാൻ പറയും പിങ്ക് സെറ്റാക്കാന്ന്. അപ്പോൾ ഈ പിങ്ങ് ഒരു ആവറേജ് പണ്ടത്തെക്കാട്ട് പിങ്ക് നല്ല കുറവുണ്ട് കേട്ടോ. അതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ അവിടെ ഒരു ഐസ് ബയോം പോലെ കാണുന്നില്ല, അവിടെ ഐസ് ബയോം ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല ഇവിടെ. ഒരു കേറുന്നില്ലത്, ഈ സാധനം കേറുന്നില്ല. പിന്നെ ഒരു സർപ്രൈസ്, യെസ്, ഞാൻ അങ്ങനെ ഡയമണ്ട് ആർമർ ആയിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഇടാൻ വെച്ചിരുന്നതാണ്. പക്ഷെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പോയി ഇട്ടിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ ഡയമണ്ട് ആർമറും സെറ്റായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളും എല്ലാം നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് കംപ്ലീറ്റ് ആക്കണം. കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഇച്ചിരി പ്രോഗ്രസ്സും എല്ലാ സാധനങ്ങളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ്, ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഒരു റേറ്റിംഗ് 10ൽ എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത്രയും നേരം വരുന്നത് കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കുക. പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ. എൻ്റെ ഇപ്പം ഡയമണ്ട് ആർമർ നമുക്ക് അടുത്ത പ്രാവശ്യം നെതറൈറ്റ് ആക്കണം. പക്ഷെ ഈ നെതറൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല, നെതറൊക്കെ ക്ലോസ് ആണ്. അപ്പം ഇവിടുത്തെ ഒരു ഏരിയ ഒന്ന് റെഡിയാക്കി, ഈ ഒരു ബാക്കിലത്തെ ഏരിയ എല്ലാം റെഡിയാക്കി അടുത്ത വീഡിയോയിൽ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ആ പ്ലാനൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ചെയ്യൽ. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ടാറ്റാ, ബൈ. ഓക്കെ, സി യു. C4 ബ്രോ ഉണ്ട്, പോയില്ല. ടാറ്റാ.